നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബോർഡർ ഐഡിയാസ് ആണ്. ഒന്നോ രണ്ടോ ബോർഡർ ഐഡിയാസ് ഒന്നല്ല ചെയ്യണത്, 15 ചെയ്യണുണ്ട്. 15 ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഫുൾ A4 ചെയ്യാമെന്നൊക്കെ കരുതി. പിന്നെ എന്തിനാ അപ്പോൾ ഇത്ര വലിയ A4 ചെയ്യണമെന്ന് കരുതിക്കാണ്ട് അതിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചെറിയ പേപ്പറായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബ്ലാക്ക് മാർക്കർ എടുത്തിട്ട് ഇതാ നമ്മൾ സാധാരണ നോർമലായിട്ട് വരയ്ക്കണ ബോർഡർ ഉണ്ടല്ലോ, അതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു ബ്ലൂ കളർ എടുത്തിട്ട് ഇതാ ഇതുപോലുള്ള ഡിസൈൻസ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് അത് ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ കളറാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് പിന്നെ അതല്ലാതെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലെ ഒരു ബോർഡറായിട്ട് ബ്ലാക്ക് പെന്നോ മാർക്കറോ ഏത് വേണമെങ്കിലും എടുത്ത് അതിന് മേലെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ ഫസ്റ്റ് വൺ റെഡിയായി. ഇനി അടുത്തതായിട്ട് സെക്കൻഡ് ഐഡിയ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള 3 കളർ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ 3 കളറാണ് എടുത്തിട്ടുള്ളത്: പിങ്ക്, ഗ്രീന്, യെല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് പിന്നെ ആ 3 കളറും യൂസ് ചെയ്ത് ഇതുപോലെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതെല്ലാതും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. 4 സൈഡും വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അത് ഫില്ല് ചെയ്യാനും വേണ്ടി ഒരു ബ്ലാക്ക് കളർ കൊണ്ട് വരച്ചെടുക്കുമ്പം അത് കറക്റ്റ് എവിടെയാണോ വരുന്നത് അതിൻ്റെ കറക്റ്റ് വരച്ച് കൊടുക്കണ്ട, ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക. അതോടെ രണ്ടാമത്തെ സംഭവം സെറ്റായി. ഇനി നമുക്ക് മൂന്നാമത്തെ ഐഡിയ നോക്കാം. ഇത് നമുക്ക് കുറച്ചുകൂടെ എലഗൻ്റ് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു യെല്ലോ കളർ എടുത്തിട്ട് ഇതുപോലെ സർക്കിൾസ് വരച്ച് കൊടുത്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിൽ അതേ യെല്ലോ കളർ മാർക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു ബ്ലാക്ക് കളർ പെൻ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ എവിടേക്കാണോ യെല്ലോ കളർ ഡോട്ട് വരച്ച് കൊടുത്തിട്ടുള്ളത് അവിടെയൊക്കെ ഇതുപോലെ ലീഫ് ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ലീഫ് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ താഴത്തെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ യെല്ലോ കളർ കൊണ്ട് വരച്ച് കൊടുത്ത ആ ലൈനുമേൽ ഇതുപോലെ ബ്ലാക്ക് മഷി കൊണ്ട് ഡോട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതോടെ ആ ഡിസൈനും സെറ്റായി. ഇനി അടുത്ത ഡിസൈൻ നോക്കാം. അപ്പോൾ ഇതിന് ആദ്യം തന്നെ ഒരു ഗ്രീൻ കളർ എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആ A4ൻ്റെ 4 സൈഡിലും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ഇല വരയ്ക്കാനും വേണ്ടിയാണ് ചെയ്യണത്. 4 സൈഡും വരച്ച് കൊടുത്തതിന് ശേഷം ഒരു ഗ്രീൻ കളറും ഒരു യെല്ലോ കളറും എടുത്തിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എവിടെയെല്ലാമാണോ ഈ ഗ്രീൻ കളർ കൊണ്ട് വരച്ചിട്ടുള്ളത് അവിടെ എല്ലാം ഈ പ്ലാവിൻ്റെ ഇല പോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈഡിൽ ഇതുപോലെ ഒന്നും കൂടി വരച്ച് കൊടുത്താൽ അതും സെറ്റായി. അപ്പോൾ ഇനി നെക്സ്റ്റ് വൺ നോക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ആ A4ൻ്റെ 2 അറ്റത്ത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം. എന്നിട്ട് പിന്നെ അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് ലോട്ടസൊക്കെ വരച്ച് കൊടുക്കില്ലേ, അതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ബ്രാഞ്ചസൊക്കെ വരച്ച് കൊടുത്ത് അതിലും അതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. പിന്നെ ഇടയിൽ വരുന്ന കുറച്ച് പോർഷൻസിൽ കുറച്ച് ഇലകളും കൂടി വരച്ച് കൊടുക്കുക. ഇത് 2 കോർണറിലും ചെയ്തതിന് ശേഷം അതല്ലാതെ ഒന്ന് കളർ ചെയ്തെടുക്കണം. ഈ ഇല വരുന്നതിനൊക്കെ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെ ഈ പിങ്ക് കളർ യൂസ് ചെയ്ത് ആ ലോട്ടസിനൊക്കെ ഒന്ന് കൊടുക്കുക. ഇതേപോലെ അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മറ്റേ 2 സൈഡ് ഫില്ല് ചെയ്യാനും വേണ്ടി നമ്മൾ നോർമലായിട്ട് വരച്ച് കൊടുക്കുന്ന രീതിയിലൊന്ന് വരച്ച് കൊടുക്കുക. അതോടെ അതും സെറ്റായി. ഇനി നമുക്ക് 6ാമത്തെ ഡിസൈൻ നോക്കാം. ഈ ഡിസൈൻ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഡിസൈന് നിങ്ങൾക്ക് ഹൈലൈറ്ററൊക്കെ വെച്ച് ചെയ്യാം. കുറച്ച് പേസ്റ്റൽ ഷെയ്ഡൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു യെല്ലോ കളർ എടുത്ത് അതിൻ്റെ കട്ടിയുള്ള ഭാഗം യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബ്ലൂ കളറും ഗ്രീൻ കളറും യൂസ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ തന്നെ കണ്ടിന്യൂ ചെയ്ത് അതിൻ്റെ 4 സൈഡും വരച്ച് കൊടുക്കണം. അതിൻ്റെ 4 സൈഡും വരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോർഡർ ലൈൻ പോലെ കിട്ടും. അതിനുശേഷം ഈ ഒരു സ്റ്റെപ്പ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇതുപോലെ വളഞ്ഞ് തിരിഞ്ഞ് വരക്കണം. മുകളിലൂടെയും താഴയിലൂടെയും ബാക്ക് സൈഡിലൂടെയൊക്കെ വരുന്ന പോലൊരു സംഭവമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഒരെണ്ണം വരക്കുമ്പോൾ മുകളിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ വരച്ചിട്ട് കുറച്ച് വിട്ടിട്ട് മറ്റേത് താഴയിലൂടെ വരക്കുക. ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അതിൽ കുറച്ച് ഹാർഡ് ഡിസൈനും കൂടി വരച്ച് കഴിഞ്ഞാൽ അത് സംഭവം സെറ്റായി. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു ഡിസൈനാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു സ്റ്റാർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ തന്നെ മുകളിലും വരച്ച് കൊടുക്കണം. അതൊന്ന് വരച്ചിട്ട് അതൊക്കെ ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്.
അതല്ലാതെ കളർ എടുക്കലും കൂടി കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡ്സ് ഒന്ന് ഫില്ല് ചെയ്യാനും വേണ്ടി ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഉൾ സൈഡിൽ അറ്റത്ത് കൂടി യെല്ലോ കളർ കൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ബ്ലാക്ക് പെന്നുകൊണ്ട് അതിങ്ങനെ ഡോട്ട് പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതോടെ അതും സെറ്റായി. ഇനി നെക്സ്റ്റ് ഐഡിയ നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒന്ന് റാൻഡമായിട്ട് വേവ് ലൈൻ പോലെ 4 സൈഡൊന്ന് വരച്ച് കൊടുക്കാം. വരച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബ്രാഞ്ചസ് ഒക്കെ വരച്ച് ലീഫ് വരക്കണ പോലെ ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഫ്ലവേഴ്സും വരച്ച് കൊടുത്തിട്ടുണ്ട്. കളർ കൊടുത്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഈ ലീഫ് പോലെ വരച്ചിട്ടുള്ളിടത്ത് ഗ്രീൻ കളറും അതല്ലാതെ ഈ അടുത്തടുത്തായിട്ട് വരച്ചിട്ടുള്ളതിനൊക്കെ വയലറ്റ് കളറും കൊടുത്തിട്ടുണ്ട്. അതോടെ ആ ഡിസൈനും സെറ്റായി. ഇനി അടുത്തതായിട്ട് 9th വൺ നോക്കാം. ഈ സംഭവം കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ. ഇത് കുറച്ച് സിമ്പിളാണ്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇതുപോലെ ഒന്ന് റാൻഡമായിട്ട് വേവ് പാറ്റേൺ ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ തന്നെ അടുത്തതും കൂടി വരച്ച് കൊടുക്കാം. പെർഫെക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഹാർട്ടും കൂടി വരച്ച് കൊടുക്കാം. ഒരു ബ്ലാക്ക് കളർ പെന്നോ മാർക്കറോ യൂസ് ചെയ്ത് ഇതുപോലെ കുറച്ച് കുത്തും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റായി. ഭയങ്കര സിമ്പിളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് ഇതും. കളറിൻ്റെ കട്ടിയുള്ള ഭാഗം യൂസ് ചെയ്ത് ഇതുപോലെ 2 ലൈനായിട്ട് 4 സൈഡും വരച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. പിന്നെ തിന്നായിട്ടുള്ള മാർക്കർ ടിപ്പും കൂടി യൂസ് ചെയ്ത് അതിൻ്റെ സെൻറ്ററിലൂടെയും വരച്ച് കൊടുക്കുക. അതോടെ സംഭവം സെറ്റായി. ലാസ്റ്റ് ഇതുപോലെ ആയിരിക്കും കാണാൻ. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം. ഇതും ഒരു ഹാർട്ട് ഡിസൈൻ തന്നെയാണ്. റാൻഡമായിട്ട് നമ്മൾ ബോർഡർ വരക്കണ മാതിരി ഹാർട്ട് ഡിസൈൻ ഫുള്ളായിട്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് സ്ലാഷ് ഇട്ട പോലെ കുറച്ച് വരയും കൂടി വരച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ അവിടെ ഇവിടെ ആയിട്ട് എന്താ പറയുക, ഈ സ്റ്റാറിൻ്റെ പോലെയൊക്കെയുള്ള ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതും കൂടി വരച്ച് കൊടുക്കുക. അതോടെ സംഭവം സെറ്റായി. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. ഇതൊരു മഷ്റൂം ഡിസൈനാണ്. ഇതൊരു മഷ്റൂം വരക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇതുപോലെ ഒരു ട്രയാങ്കിൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ താഴെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അതോടെ മഷ്റൂം റെഡിയായി. എന്നിട്ട് പിന്നെ അതല്ലാതെ ഒന്ന് കളർ ചെയ്തെടുക്കണം. അതിൻ്റെ സർക്കിളിലൊന്നും കളർ കൊടുത്തിട്ടില്ല. ആ സർക്കിൾ അതുപോലെ തന്നെ വിട്ടിക്കാണ്. അതേപോലെ സെയിം മഷ്റൂം തന്നെ മേലെയും വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു യെല്ലോ കളർ യൂസ് ചെയ്ത് അതിന് ബോർഡറും കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് കളർ പെൻ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് ഇലയും കൂടി വരച്ച് അതും കൂടി ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഗ്രീൻ കളർ യൂസ് ചെയ്ത് അതിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള സൈഡിൽ ഇതുപോലൊക്കെ ഒന്ന് ഓരോ ഡിസൈൻ വരച്ചിട്ട് അതെല്ലാതും ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ 2 സൈഡിൽ ഈ ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതോടെ ഈ ഡിസൈനും സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ വയലറ്റ് കളർ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഹാഫ് സർക്കിൾ പോലെ ആ A4ൻ്റെ 4 സൈഡും ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വരച്ച് ഫില്ല് ചെയ്തതിന് ശേഷം അതിന് ബോർഡറായിട്ട് ബ്ലാക്ക് കളർ കൊണ്ട് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൽ കുറച്ച് ഇലയും പൂവൊക്കെ വരച്ച് കൊടുത്തിട്ട് പിന്നെ അത് കുറച്ചുകൂടി ഒന്ന് ഭംഗി കൂട്ടാനും വേണ്ടി അതുമ്പോൾ കുറച്ചുകൂടി മിനുക്ക് പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടെ അതും സെറ്റായി. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡിസൈൻ കാണാം. ഇത് ഏറ്റവും സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള സംഭവമാണ്. കാരണം എല്ലാവർക്കും ആ ഒരു ടീച്ചർ ഉണ്ടാവും. തലേന്നൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഡിസൈനൊക്കെ ചെയ്ത് ടീച്ചറെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ ടീച്ചറെ അടുത്ത് നിന്ന് ഫസ്റ്റായിട്ട് കേൾക്കുന്നതുണ്ടാവും, നിങ്ങളെന്താ വല്ല ഡ്രോയിങ് ക്ലാസ്സിനും വന്നിരുന്നതാണോ എന്ന്, അസൈൻമെൻ്റ് അല്ലേ ചെയ്യണേ, എന്തിനാണ് ഇത്രയൊക്കെ ചിത്രപ്പണിയൊക്കെ ചെയ്യണത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ ഒരു ടീച്ചറെ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ ചെയ്യണ ഡിസൈനാണ് നമ്മളിപ്പോൾ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സിമ്പിളായിട്ട് കുറച്ച് ലൈൻസ് വരക്കാണ്ട് ഇതിൽ കണ്ടാൽ മനസ്സിലാവും. അതൊന്ന് വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ കൊണ്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതോടെ സെറ്റായി. അപ്പോൾ നമ്മൾ 1, 2, 3 ബോർഡർ ലൈൻസ് അല്ല ചെയ്തത്, 15 ബോർഡർ ലൈൻസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഒന്ന് ഇഷ്ടമായ എല്ലാതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.